24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രയേലിനെ കടന്നാക്രമിച്ചും അറബ് ഇസ്ലാമിക് ഉച്ചകോടി സമാപനത്തിലേക്ക്. മധ്യസ്ഥ രാജ്യത്തെ ആക്രമിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടിയാണെന്ന് സംയുക്ത പ്രസ്താവന. അറബ് സൈനിക സഖ്യത്തെക്കുറിച്ച് പക്ഷേ സംയുക്ത പ്രസ്താവനയിൽ പരാമർശമില്ല. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഉച്ചകോടിക്ക് സമാപനമാവുകയാണ്. അതിൽ നേരത്തെ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. നാറ്റോ മോഡലിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് സൈനിക സഖ്യം വേണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളിൽ ഏത് തരത്തിലുള്ള തീരുമാനം രൂപപ്പെടുന്നു? സംയുക്ത പ്രസ്താവനയുടെ ഉള്ളടക്കം എന്താണ് ജിഷ്ണു? നോക്കൂ റിജിത്ത്, അങ്ങനെ ലോകം മുഴുവൻ കാത്തിരുന്ന ഉറ്റുനോക്കിയ ഖത്തർ ഉച്ചകോടി അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സംയുക്ത പ്രസ്താവനയിലേക്ക് രാജ്യങ്ങൾ കടന്നിരിക്കുന്നു. സംയുക്ത പ്രസ്താവനയിൽ നമ്മൾ കാത്തിരുന്നതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതുപോലെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു സൈനിക സഖ്യം, ഒരു നാറ്റോ മോഡൽ സൈനിക സഖ്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത്, നേരത്തെ തന്നെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്, അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 ഒപ്പുവെച്ച അബ്രഹാം അക്കോർഡ്സ് ആണ്. അബ്രഹാം ഉടമ്പടി പ്രകാരം ഇസ്രായേലുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അറബ് രാജ്യങ്ങൾക്ക് ബന്ധമുണ്ട്. ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ, ഉച്ചകോടിയിൽ ഈ രാജ്യങ്ങൾ പങ്കെടുത്ത ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഈ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഭാഗമല്ലാത്ത, അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമല്ലാത്ത സൗദി അറേബ്യ വഴി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ നടന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട 2 നിരീക്ഷണങ്ങൾ ഈ പ്രസ്താവനയിലുണ്ട്. അതിലൊന്ന്, നേരത്തെ തന്നെ പലസ്തീൻ പ്രസിഡന്റായ മുഹമ്മദ് അബ്ബാസ് പറഞ്ഞൊരു കാര്യമാണ്. അത് 1967 പലസ്തീൻ അതിർത്തി മനസ്സിലാക്കി അത് അംഗീകരിച്ച് ഇസ്രായേലി സൈന്യം യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോകണം, അതിന് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകണമെന്നൊരു ആവശ്യം പലസ്തീൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ആവശ്യം സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഒരു യൂണിഫൈഡായ, ഒരു കലക്റ്റീവായ ഒരു പ്രതികരണമാണ് ഈ സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്ന പരാമർശം കൂടി വരുന്നുണ്ട്. എന്നാൽ അതൊരു സൈനിക സഖ്യം എന്ന രീതിയിലേക്ക് അത് മാറിയിട്ടില്ല. എന്നാൽ നിയമവിരുദ്ധവും ഭീരുത്വവും നിറഞ്ഞതുമായ ഇസ്രായേലിൻ്റെ നീക്കത്തിൽ പൂർണ്ണമായും അപലപിക്കുന്നു എന്ന് രാജ്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ഖത്തർ അടുത്ത പടി എന്തെടുക്കണം, അല്ലെങ്കിൽ ഖത്തർ ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ, ഖത്തറാണ് ആക്രമണം നേരിട്ടത്, ഖത്തർ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന കാര്യത്തിൽ പൂർണ്ണമായും അത് തീരുമാനിക്കാനുള്ള അധികാരം ഖത്തറിന് തന്നെ വിട്ടു നൽകുകയാണ് അറബ് രാജ്യങ്ങൾ. ഖത്തർ എന്ത് തീരുമാനിച്ചാലും അതിന് പൂർണ്ണ പിന്തുണയുമായി തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുകൂടി നൽകുകയാണ് മറ്റ് രാജ്യങ്ങൾ. അങ്ങനെ അവസാനം ഖത്തർ ഉച്ചകോടി അവസാനിക്കുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. ഇന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴെല്ലാം അവർ ഇസ്രായേലും അമേരിക്കയും പരസ്പരം സംരക്ഷിക്കും എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. അപ്പോൾ ഒരു സമവായത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്, ഒരു നയതന്ത്ര സമ്മർദ്ദത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ഒരു സൈനിക സഖ്യത്തിൻ്റെ ഒന്നും സാധ്യത ഇനി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റീജിത്ത്, ശരി. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉച്ചകോടി. പോലീസിനെതിരെ ഉയർന്നു വന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായിട്ടും നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാകാതെ നോക്കുമെന്നും മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിച്ചു. CPI സമ്മേളനത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി എന്ന് ബിനോയ് വിശ്വം മുന്നണി യോഗത്തെ അറിയിച്ചു. വനനിയമ ഭേദഗതി തിരിച്ചടിയാകുമോ എന്ന് ജനതാദൾ എസും ആശങ്ക പ്രകടിപ്പിച്ചു. നിയമസഭാ കക്ഷിയോഗത്തിന് പിന്നാലെ LDF നേതൃയോഗത്തിലും പോലീസിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രി സ്വമേധയാ വിശദീകരണം നൽകുകയായിരുന്നു. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടും കർശന നടപടി സ്വീകരിച്ചു. പോലീസിലാകെ പ്രശ്നமான തരത്തിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ലോക്കപ്പ് മർദ്ദനത്തെ സർക്കാർ അനുകൂലിക്കില്ല. പോലീസിൽ നിന്ന് വീഴ്ചയുണ്ടാകാതെ നോക്കുമെന്നും മുഖ്യമന്ത്രി LDF യോഗത്തിന് ഉറപ്പു നൽകി. ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ? ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല. ഗവൺമെന്റിന്റെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത്.
സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനങ്ങളുണ്ടായതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി യോഗത്തെ അറിയിച്ചു. വിമർശനങ്ങളുണ്ടായ വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നുവെന്ന മുഖവരോടെയാണ് ബിനോയ് വിശ്വം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വന്യജീവി ആക്രമണം തടയാൻ കൊണ്ടുവരുന്ന നിയമഭേദഗതി തിരിച്ചടിയാകുമെന്ന ആശങ്കയും LDF യോഗത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടു. ജനതാദൾ എസ് പ്രതിനിധികളാണ് ആശങ്ക അറിയിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായവരെ പുറത്താക്കാൻ നീക്കമുണ്ടായാൽ പ്രതിരോധിക്കാനാണ് LDF തീരുമാനം. ഇസ്രായേൽ ആക്രമണം നേരിട്ട ഖത്തറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മാസം 23-ന് പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തൃശൂർ വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO UK ഷാജഹാനെ സ്ഥലം മാറ്റി. അടിയന്തരമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. ഷാജഹാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളായ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. മുഖംമൂടി ധരിപ്പിച്ച് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട്. ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഷാജഹാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ലെങ്കിൽ CPMന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. SHOയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. 24 തൃശൂർ. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാറശാല SHO അനിൽകുമാറിന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറിന്റേതാണ് നടപടി. SHO അനിൽകുമാർ നിലവിൽ ഒളിവിലാണ് എന്നാണ് വിവരം. കഴിഞ്ഞ 7-ാം തീയതിയാണ് അനിൽകുമാറിന്റെ വാഹനമിടിച്ച രാജൻ എന്ന വയോധികൻ മരിച്ചത്. ഇടിച്ചിട്ടതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ നിർത്താതെ പോയത് വലിയ വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. അനിൽകുമാറിനെതിരെ റൂറൽ SP നടപടി ശുപാർശ ചെയ്ത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടത്. നിലവിൽ SHO അനിൽകുമാർ ഒളിവിലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. സംഭവത്തിൽ അനിൽകുമാർ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. ഒരാൾ വാഹനത്തിന്റെ സൈഡിൽ ഇടിച്ചു വീണെന്നും പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നുപോയെന്നുമാണ് അനിൽകുമാറിന്റെ മൊഴി. BNS പ്രകാരം 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും അനിൽകുമാർ നടത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ലൈംഗികാരോപണ വിവാദങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിന് പ്രത്യേക ബ്ലോക്കിലായിരുന്നു സീറ്റ്. ആദ്യ ദിനം സമ്മേളനം അവസാനിക്കും മുമ്പ് സഭ വിട്ട രാഹുൽ MLA ഹോസ്റ്റലിലേക്ക് പോയി. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. പാലക്കാട് വമ്പൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിനു പിന്നാലെ താരമായാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. ലൈംഗികാരോപണ വിവാദങ്ങളിൽ പാർട്ടി കൈവിട്ട രാഹുലിന്റെ 2ാം വരവ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചായിരുന്നു. 9 മണിക്ക് സഭാ സമ്മേളനം ആരംഭിച്ചു. 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനൊപ്പം ഇന്നോവയിൽ രാഹുൽ നിയമസഭാ കവാടം കടന്നു. സഭയ്ക്കുള്ളിൽ രാഹുലിന് മുൻപ് PV അൻവർ ഇരുന്ന സീറ്റിൽ ഇരിപ്പിടം. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്ക്. രാഹുലിനോട് സംസാരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായില്ല. എന്നാൽ കുശലാന്വേഷണവുമായി ലീഗ് അംഗങ്ങൾ രാഹുലിനടുത്തെത്തി. സഭയിൽ ചരമോപചാര പ്രസംഗങ്ങൾ നടക്കുന്നതിനിടെ PAയുടെ കുറിപ്പ് രാഹുലിന് ലഭിച്ചു. രാഹുൽ മറുപടി കുറിപ്പും നൽകി. ഇതിനു പിന്നാലെ 10:31 രാഹുൽ സഭ വിട്ടിറങ്ങി. അഭ്യൂഹങ്ങൾക്കൊടുവിൽ 1 മണിക്കൂർ 14 മിനിറ്റ് സഭയിൽ ചെലവഴിച്ച് MLA ഹോസ്റ്റലിലേക്ക് മടക്കം. അവിടെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ. മാധ്യമങ്ങളെ കണ്ട രാഹുൽ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി രാഹുൽ തുടർച്ചയായി സഭയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. KPCC നേതൃയോഗം നടക്കുന്ന ദിവസം തന്നെ നിയമസഭയിലെത്താനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം നേതൃത്വത്തോടുള്ള വെല്ലുവിളിയെന്ന് സൂചന. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നതിനാൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഗണിച്ചാണ് രാഹുൽ എത്തിയത്. MLA സഭയിൽ വരുന്നത് വിലക്കാനാകില്ല എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം.
ആരോപണ വിധേയനായ രാഹുൽ സഭയിൽ പങ്കെടുത്ത് സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട്. എന്നാൽ രാഹുലിനെ അനുകൂലിക്കുന്ന ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ഇതിനോട് യോജിച്ചിരുന്നില്ല. അടുപ്പമുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് സഭയിലെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുകയായിരുന്നു. KPCC ഭാരവാഹി യോഗം നടക്കുന്ന ദിവസം തന്നെയാണ് രാഹുൽ സഭാപ്രവേശനത്തിന് തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. ആരോപണം വന്നപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടെടുത്ത വി ഡി സതീശനുള്ള ശക്തമായ മറുപടിയായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ കാണുന്നത്. MLA സ്ഥാനം രാജിവെക്കുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും രാഹുൽ സഭയിലെത്തുന്നതിനോട് എതിർപ്പില്ലായിരുന്നു. MLAയോട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ ആവില്ലെന്നായിരുന്നു ന്യായീകരണം. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉണ്ടെങ്കിലും നിയമസംവിധാനത്തിന് മുന്നിൽ പരാതികളില്ല എന്നതാണ് രാഹുലിന്റെയും പിന്തുണയ്ക്കുന്ന നേതാക്കളുടെയും പിടിവള്ളി. പരാതിയില്ല എന്ന സാങ്കേതികത്വം കൊണ്ട് ഇവർ വെല്ലുവിളിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയാണെന്നാണ് മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി തീരുമാനത്തെ ധിക്കരിച്ചിട്ടില്ലെന്നാണ് രാഹുലിന്റെ പ്രതികരണം. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിനോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചില്ല. ഇപ്പോൾ രാഹുലിനെ SFIക്കാർ തടയുന്നുണ്ട്. ഇപ്പോൾ രാഹുലിനെ SFIക്കാർ തടഞ്ഞു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണവും ചർച്ച ചെയ്ത് KPCC നേതൃയോഗം. എന്നാൽ നേതൃയോഗത്തിൽ രാഹുൽ വിഷയത്തിൽ വി ഡി സതീശൻ മിണ്ടിയില്ല. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ വി ഡി സതീശൻ ഹൈക്കമാൻഡിന് പരാതി നൽകി. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നതിനാൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഗണിച്ചാണ് രാഹുൽ എത്തിയത്. എന്നാൽ KPCC നേതൃയോഗത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയത്തിൽ മൗനം പാലിച്ചു. രാഹുൽ വിഷയത്തിലടക്കം പല നേതാക്കൾക്കും ക്ലാരിറ്റി ഇല്ലെന്ന് നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിച്ച് പറയുമ്പോൾ സംശയമുയരുമെന്ന് നേതാക്കൾ പറഞ്ഞു. പല നേതാക്കളും രാഹുലിനെതിരെ നിലപാട് പറയുന്നില്ല. സൈബർ ആക്രമണങ്ങൾക്ക് കാരണം നേതാക്കൾക്ക് വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി കുറവെന്നും അഭിപ്രായമുയർന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ രാഹുലിനൊപ്പം സഭയിലെത്തിയതും വിമർശനത്തിനിടയാക്കി. സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടിക്കാണ് KPCC യോഗത്തിൽ നിർദ്ദേശം. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. സൈബർ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നവർ അത് അവസാനിപ്പിക്കണമെന്ന് K മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് പരാതി നൽകി. MLA സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വയനാട് ആത്മഹത്യകളും വിവാദങ്ങളും യോഗം ചർച്ച ചെയ്തു. NM വിജയന്റെ കുടുംബത്തിന് പരമാവധി സഹായം ചെയ്തുവെന്ന് വയനാട്ടിൽ നിന്നുള്ള നേതാക്കൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. KPCC ഭാരവാഹി യോഗത്തിൽ ഏറ്റുമുട്ടി കൊടിക്കുന്നിൽ സുരേഷും അധ്യക്ഷൻ സണ്ണി ജോസഫും. കൊടിക്കുന്നിലിന്റെ പരാമർശത്തെ തുടർന്നാണ് സണ്ണി ജോസഫ് പ്രകോപിതനായത്. മുൻ അധ്യക്ഷൻ കണ്ണൂരിന്റെ KPCC അധ്യക്ഷനായിരുന്നുവെന്നും ഇപ്പോഴത്തെ പ്രസിഡന്റ് പേരാവൂരിന്റെ പ്രസിഡന്റാണ് എന്നുമായിരുന്നു കൊടിക്കുന്നിലിന്റെ പരാമർശം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 19ആയി. തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് എന്ന് സ്ഥിരീകരിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വിവരങ്ങൾ എങ്ങനെയാണ്? കണക്കുകൾ എങ്ങനെയാണ് പ്രതീഷ്? അർജിത്ത്, കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മുൻപെങ്ങും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള മരണങ്ങളാണ് ഈ കുറെ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ 17 മരണമാണ് സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2 മരണം കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടുകൂടി ഔദ്യോഗികമായി 19 പേരാണ് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. തിരുവനന്തപുരം കൊല്ലം സ്വദേശികളാണ് ഈ അവസാനമായി മരിച്ച 2 പേർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു എന്നതാണ് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്ന കാര്യം. ഇതോടുകൂടിയാണ് ആകെ മരണം 19 ആയിട്ടുള്ളത്. 25ഓളം ആളുകളാണ് നിലവിൽ സംസ്ഥാനത്താകെ ഈ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ തന്നെ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ രോഗം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും മരണം സംഭവിക്കുന്നതും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.
ബി അശോകിനെ കൃഷിവകുപ്പിൽ നിന്ന് വീണ്ടും മാറ്റി സംസ്ഥാന സർക്കാർ. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് പുതിയ നിയമനം. നേരത്തെ അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. സുപ്രീം കോടതി വിധിയെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യുന്നത് അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ഉത്തരവ്. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് ആരാണ് ഇസ്ലാം മത വിശ്വാസിയെന്ന് നിയമപരമായി തീരുമാനിക്കുന്നത് വരെയാണ് സ്റ്റേ. വഖഫ് ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന നോട്ടിഫിക്കേഷൻ റദ്ദാക്കി. അന്വേഷണ സമയത്ത് ഭൂമി വഖഫ് അല്ലാതാകുമെന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തു. തർക്കത്തിലുള്ള സ്വത്ത് അന്തിമ തീരുമാനം വരെ വഖഫായി തുടരും. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന ഭേദഗതി സ്റ്റേ ചെയ്തില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന വഖഫ് സംവിധാനത്തിലെ അമുസ്ലിങ്ങളുടെ എണ്ണം 4ഉം 3ഉമായി നിജപ്പെടുത്തി. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്ന് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. കോൺഗ്രസും CPIM-ഉം വിധിയെ സ്വാഗതം ചെയ്തു. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്, നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒട്ടും ജനാധിപത്യപരമല്ല. അത് വർഗീയമായി നേട്ടമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയും CPIM-ൻ്റെയും അത്തരം വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ താൽക്കാലികമായ ഈ ഇടക്കാല തീരുമാനം. വഖഫ് നിയമത്തിലെ വകുപ്പുകളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന മുഖ്യ വിഷയം സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. 24 ഡൽഹി. ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആഹ്വാനം. കേരളത്തിൽ SIR നടപ്പിലാക്കുന്ന തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അതേസമയം രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ SIR നടപ്പിലാക്കിയത് 2002-ലാണ്. 2002-ൽ പ്രസിദ്ധീകരിച്ച SIR പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കി. മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായതാണോ എന്നറിയാൻ സമീപത്തെ പോളിംഗ് സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം. എന്നിട്ടും പേര് കണ്ടെത്താനായില്ല എങ്കിൽ സെപ്റ്റംബർ 22-ന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസർമാരെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. ആധാർ ഉൾപ്പെടെയുള്ള 11 തിരിച്ചറിയൽ രേഖകളിൽ 1 തയ്യാറാക്കി വെക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ SIR സമയക്രമം പിന്നാലെ പ്രഖ്യാപിക്കും. കേരളത്തിൽ ബീഹാറിൽ നടത്തിയതുപോലെ SIR നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ തീരുമാനത്തിന് മുമ്പ് 20-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാൻ ഇരിക്കെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രഖ്യാപനം. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള KS അനുരാഗ് കഴകം ജോലിയിൽ പ്രവേശിച്ചു. ജാതി വിവേചനത്തെ തുടർന്ന് ആദ്യം ജോലിയിൽ പ്രവേശിച്ച ആര്യനാട് സ്വദേശി ബാലു ജോലി രാജിവെച്ചതിനെ തുടർന്നാണ് അതേ സമുദായത്തിലെ അനുരാഗിനെ പകരം നിയമിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടു. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. പത്തനംതിട്ട പുല്ലാട് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന് നിർണായക ദൃശ്യങ്ങൾ കണ്ടെടുത്ത് പോലീസ്. റാന്നി സ്വദേശിയെ ഡംബൽ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ആലപ്പുഴ സ്വദേശിയുടെ ദൃശ്യങ്ങളും ഫോണിലുണ്ട്. പ്രതി ജയേഷ് പോക്സോ കേസിലും പ്രതിയെന്ന് പോലീസ്. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ യുവാവ് തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് വീണ് പിതാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ മണപ്പാട്ട് മോങ്ങാടി വീട്ടിൽ രാമുവാണ് മരിച്ചത്.
മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വിതുരയിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വാഹനം ഓടിച്ചിരുന്നത് വില്ലേജ് ഓഫീസർ എസ് പ്രമോദ്. പ്രമോദ് ഇന്ന് വിതുര സ്റ്റേഷനിൽ കീഴടങ്ങി. വിതുര സ്വദേശി മണിയൻ സ്വാമിയാണ് മരിച്ചത്. മിൽമ പാലിന് വില കൂട്ടില്ല. GST കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിനെതിരായ അഗ്നിരക്ഷാ മേധാവി യോഗേഷ് ഗുപ്തയുടെ ഹർജിയിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. കേന്ദ്ര ഡെപ്യൂട്ടേഷന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് യോഗേഷ് ഗുപ്ത ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കത്തുകൾ ഹാജരാക്കണം എന്നാണ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറിക്ക് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ ക്ലിയറൻസും ഹാജരാക്കണം. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം നൽകി. കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം യോഗേഷുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ഇത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സംസ്ഥാനം അത് കേന്ദ്രത്തിന് കൈമാറാതെ പിടിച്ചുവച്ചു. മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് നാച്ചുറിംഗ് ബിഗിനിങ്സ് പദ്ധതി നടപ്പാക്കുന്നു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ മലബാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിൽ ധാരണാപത്രം ഒപ്പുവച്ചു. നഗരപ്രദേശങ്ങളിലെ പിന്നാക്ക സമൂഹങ്ങളിൽ നിന്നുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും പോഷകാഹാരവും ക്ഷേമവും മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ചടങ്ങിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ റോഡറിക്കോ എച്ച് ഓഫ്രിൻ, നാഷണൽ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ പി മുഹമ്മദ് അഷീൽ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ അഷർ ഒ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK തുടങ്ങിയവർ സംബന്ധിച്ചു. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി പോഷകാഹാരവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉതകുന്ന മെഡിക്കൽ സേവനങ്ങളും ചെയ്തു കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ പദ്ധതിന് മുമ്പ് ഞങ്ങൾ CSR പ്രവർത്തനം ദരിദ്രരിൽ അതിദരിദ്രർക്ക് കിട്ടണമെന്നാണ്. ഏറ്റവും ദരിദ്രർ എവിടാണോ അതിലതിദരിദ്രർ അവരാണോ അവർക്ക് കിട്ടുന്നില്ല. ആദ്യം അവർക്ക് കിട്ടുക, പിന്നെ മേലോട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. പുതിയ പദ്ധതി ചേരികളിലും പ്രദേശങ്ങളിലും ഞങ്ങൾ പോയപ്പം ഒരുപാട് അമ്മമാരും കുട്ടികളും വിശന്ന് ഉറങ്ങുന്നതായിട്ട് കണ്ടു. ബോംബെയിലും കൽക്കത്തയിലും ഡൽഹിയിലും ഒക്കെ തന്നെ ചെന്നൈയിലൊക്കെ ഉള്ള ചേരികളിൽ അവിടെ ഭക്ഷണം കൊടുക്കാനുള്ള കിച്ചൺ ഉണ്ടാക്കി. ഇന്ത്യയിലെ ഏതാണ്ട് 20 സ്റ്റേറ്റുകളിൽ 80ഓളം കിച്ചണുകൾ ചേരി പ്രദേശങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ 716 മൈക്രോ ലേണിംഗ് സെൻ്റർ. ഇപ്പോൾ ഈ വർഷം 1000 ആവും. 1,00,000 പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ വർഷം നവംബർ 1 ഞങ്ങൾ എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.